ഹായ് എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കിന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റിലുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് നമുക്കൊരു കടായിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് സവോളയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിന് കൊടുത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോളയൊക്കെ ഇപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് 2 തരം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലിഡ് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റി വരട്ടെ. ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യത്തിനായിട്ട് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറിയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ചിടാം. വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പില മൂപ്പിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് അടച്ചു വെക്കാം. അതിനുശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇത്രയും നേരം ഇരുന്നപ്പോഴത്തേക്കിന് നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെർവ് ചെയ്യുന്നത് ഇത് പിടിയുടെ കൂട്ടത്തിലാണ് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.